ആളുകളെ മണിക്കൂറിന് വാടകയ്ക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടപ്പ്. ഡൽഹിയിൽ ഇത് ഭയങ്കര വൈറലാണ്. ക്യാരിമാൻ. ഇതിന്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഷോപ്പ് വി ക്യാരി. ഡൽഹിയിലെ ക്രൗഡഡ് മാർക്കറ്റ് ആയ ലജ്പത് നഗർ, സരോജിനി നഗർ, ചാന്ദിനി ചോക്ക് പോലുള്ള സ്ഥലങ്ങളിൽ ഷോപ്പിങ്ങിന് വരുമ്പോൾ ബാഗ് ക്യാരി ചെയ്യാനും അതുപോലെ തന്നെ ക്രൗഡ് മാനേജ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് വന്നേക്കുന്നത്. ക്യാരിമാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാർട്ടപ്പിൽ അവർലി ബേസിൽ നിങ്ങൾക്ക് അസിസ്റ്റൻസിനെ ഹയർ ചെയ്യാം. അതായത് ഇപ്പോൾ ഷോപ്പിംഗ് ടൈമിൽ നിങ്ങളുടെ ബാഗ് ക്യാരി ചെയ്യാനും നിങ്ങൾക്ക് ഫുഡ് ക്യൂ നിൽക്കാനും അതുപോലെ തന്നെ പാർക്കിംഗ്, മെട്രോ അതുവരെ ഹെൽപ്പ് ചെയ്യാനും ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഡൽഹിയിലെ ക്രൗഡഡ് മാർക്കറ്റിലേക്കൊക്കെ ഇപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഹ്യൂജ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ എൽഡർലി ആളുകൾക്കും പ്രഗ്നന്റ് വുമൻസിനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിന്റെ ചാർജ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് 149 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂറിനനുസരിച്ചാണ് പേയ്മെന്റ്. പാക്കേജസ് പലവിധമുണ്ട്, അത് നമുക്ക് ചൂസ് ചെയ്യാം. ആക്ച്വലി ഈ ഒരു ക്യാരിമാൻ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ആളുകൾ വളരെ മിക്സഡ് റിയാക്ഷൻ ആണ് ഇട്ടേക്കുന്നത്. സം പീപ്പിൾ സെഡ് ഗ്രേറ്റ് അർബൻ കൺവീനിയൻസ്, സ്മാർട്ട് ബിസിനസ് ഐഡിയാസ്, യൂസ്ഫുൾ ഫോർ ഫാമിലീസ് ആൻഡ് എൽഡർലി. പക്ഷെ ചിലവരാണെങ്കിലും മോഡേൺ സ്ലാവറി, ഓൾഡ് കൂലി സർവീസ് റീബ്രാൻഡിങ്, അങ്ങനെ ഒരുപാട് നെഗറ്റീവും ഉണ്ട്, എന്നാൽ ഒരുപാട് പോസിറ്റീവും ഉണ്ട്. ആക്ച്വലി ഇതിനൊരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി ക്രൗഡഡ് മാർക്കറ്റ് ആണ്. പീപ്പിൾ ഹേറ്റ് ക്യാരി ബാഗ്. സത്യല്ലേ, ബാഗ് ക്യാരി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ലല്ലോ നമ്മുടെ ബാഗ് ക്യാരി ചെയ്യാനും ഒരാളെ കൂലിക്ക് വെക്കാമെന്ന് ഇപ്പോഴത്തെ ഒരു രീതിയിൽ ആരും ചിന്തിക്കില്ല. പക്ഷെ ഈ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ വളരെ ബ്രില്യൻ്റ് ആണ്. ഡൽഹിയിൽ ഇത് വർക്കായി, കേരളത്തിൽ ഇത് വർക്കാവോ? കമന്റ് യുവർ തോട്ട്സ്. ബൈ.